ഹലോ എവരിവൺ, ഡോക്ടർ അമൽ ഫ്രം ഖത്തർ. ടയർ സ്മോക്കിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ജർമ്മൻ ജാപ്പനീസ് കൊലാബറേഷനിലുള്ള ഒരു സ്പോർട്സ് കാറാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെ വരാൻ പോകുന്നത് ഒരു SUV ആണ്, ഒരു അമേരിക്കൻ SUV. സോ അമേരിക്കയിലെ അമേരിക്കൻ എക്സസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ഫോളോ ചെയ്യുന്ന ഏക്കർ കണക്കിന് സ്പേസും ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സും ഉള്ള ഒരു 2 ഡ്രോയിങ് റൂമിലേക്കുള്ള മൊത്തം സോഫ സെറ്റിന് ആവശ്യമുള്ള അത്ര ലെതർ വണ്ടിക്കകത്തുള്ള ഒരു ചെറിയ ബോട്ട് ഉണ്ടാക്കാൻ മാത്രം വുഡൻ ഇൻസേർട്സ് ഒക്കെയുള്ള ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു SUV ആണ് ഇന്നത്തെ നമ്മുടെ താരം. GMC യൂക്കോൺ ഡിനാലി ട്രിം വരുന്ന 2021 മോഡൽ SUV ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ വരാൻ പോകുന്ന വാഹനം. സോ GMC എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കൻ കാർ മാർക്കറ്റിലെ ബിഗ് 3 എന്ന് പറയുന്ന ഫോർഡ്, ജനറൽ മോട്ടോഴ്സ് ആൻഡ് ക്രിസ്ലർ എന്ന് പറയുന്ന കൂട്ടത്തിൽ ജനറൽ മോട്ടോഴ്സിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് റണ്ണിങ് ആയിട്ടുള്ള ബ്രാൻഡാണ് GMC. 1900-ലാണ് ആ കമ്പനി ഫോം ചെയ്തത്. ആൻഡ് വേൾഡ് വാർ 2 വരെ കൂടുതലും ട്രക്കുകളാണ് GMC പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. GMC എന്ന ബ്രാൻഡ് അമേരിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, പിന്നെ ഗൾഫ് മേഖലയിൽ മാത്രമേ ഉള്ളൂ. GCC കൺട്രീസിൽ മാത്രമേ, അതായത് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ മാത്രമേ അത് പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് ഉള്ളൂ. മറ്റുള്ളവർക്കെല്ലാം എക്സ്പോർട്ടായിട്ട് മാത്രമേ ആ വണ്ടി പോകുന്നു. GMC ഈസ് നോൺ ഫോർ ഇറ്റ്സ് സ്പേഷ്യസ്നെസ്, പവർഫുൾ എൻജിൻസ് ആൻഡ് റിഫൈൻമെൻറ്റ്. GMC മേടിക്കുന്ന കസ്റ്റമേഴ്സ് യൂഷ്വലി ജനറൽ മോട്ടോഴ്സിന് 3 ശ്രേണികളുണ്ട്. ഷെവർലെ എന്ന് പറയുന്ന അവരുടെ നോർമൽ ആയിട്ടുള്ള പ്രൈസ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ശ്രേണിയുണ്ട്. പിന്നെ കാഡിലാക്ക് എന്ന് പറയുന്ന അവരുടെ ലക്ഷൂറിയസ് മോഡൽ, അതായത് മറ്റുള്ള സാധാരണ GMCനേക്കാൾ ജനറൽ മോട്ടോഴ്സിൻ്റെ മോഡൽസിനേക്കാൾ ഒരു 60% പ്രൈസ് കൂടിയിട്ടുള്ള മോഡൽസ് ഉണ്ട് കാഡിലാക്ക് എന്ന് പറയും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്നൊരു ബ്രാൻഡാണ് GMC. സോ GMC മേടിക്കുന്നത് ആരാ? നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു വാഹനം വേണം, പക്ഷേ അത് വല്ലാതെ ഫ്ലാഷി ആവാൻ പാടില്ല. അത് കൂടുതലായിട്ട് പൊങ്ങച്ചം കാണിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ മേടിക്കുന്ന വണ്ടിയാണ് GMC എന്നാണ് വെപ്പ്. ബിക്കോസ് ഓഫ് ദിസ് 2019 75,000 ഡെനാലി യൂക്കോൺസ് ആണ് ഇവർ വിറ്റത്, ജനറൽ മോട്ടോഴ്സ് വിറ്റത്. അതിനൊരു കാരണമുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് പ്രൈസ് എഫക്റ്റീവ്, കേപ്പബിൾ ആണ്, സ്ട്രോങ് ആണ്, വലുതാണ്, എക്സ്ട്രീംലി പവർഫുൾ ആണ്, ആൻഡ് ബ്രാൻഡ് ഇമേജും ഉണ്ട്. അപ്പം നിയറസ്റ്റ് കോമ്പറ്റീറ്ററായിട്ട് അമേരിക്കൻ മാർക്കറ്റിൽ അവർ കാണുന്നത് ബെൻസിൻ്റെ GL ശ്രേണിയാണ്. അപ്പം അതിനേക്കാളൊക്കെ 75,000 വണ്ടി വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ഹൗ ഗുഡ് ദ വെഹിക്കിൾ ഈസ്. പിന്നെ എല്ലാവരും പറയുന്നത് GMC ഉണ്ടാക്കി വിൽക്കുന്നത് തന്നെ ഈസ് ടു ബി യൂസ്ഡ് എന്നാണ്. ഡെയിലി യൂസറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയാണ് GMCകൾ. ഇവിടെ മിഡിൽ ഈസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ GMC യൂസ് ചെയ്യുന്നത് അറബ് ഫാമിലികളാണ്. വൺ മെയിൻ റീസൺ ഈസ് ദ സ്പേസ്. ഓക്കെ, GMCയുടെ ഈ SUVനകത്ത് ആക്ച്വലി റിയർ ബെഡ് സ്പേസ് എന്ന് പറയുന്നത് അവരുടെ പിക്കപ്പ് ട്രക്കിലുള്ള അത്ര തന്നെ സ്പേസ് വരുന്ന വളരെ ലക്ഷൂറിയസ് ആയിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മൾ കാണാൻ പോകുന്ന GMC ഡെനാലി. ടയർ സ്മോക്കിലെ ഇന്നത്തെ അതിഥിയെക്കുറിച്ച് പറയാൻ ചിലപ്പോൾ ഈ എപ്പിസോഡ് പോരാതെ വന്നേക്കാം. അതെന്താ അങ്ങനെയെന്നല്ലേ ചിന്തിക്കുന്നത്? മതിയായ കാരണമുണ്ട് സുഹൃത്തുക്കളെ. 100 വർഷത്തിന്റെ കുടുംബ മഹിമ പറഞ്ഞു തീർക്കാൻ ഈ ചെറിയ സമയം എങ്ങനെ തികയും? 1 നൂറ്റാണ്ടിലേറെയുള്ള പൈതൃകം, ആ പഴമയും പെരുമയും തനി തങ്കം പോലെ അന്നും ഇന്നും ഒരുപോലെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരു മഹാ തറവാടി. ഇന്ന് നമ്മൾ നൂതന ടെക്നോളജി എന്ന് കരുതുന്ന ഇലക്ട്രിക് വെഹിക്കിൾ എന്ന ആശയത്തെ വളരെ മുന്നേ, അതായത് 1912-നും 1917-നും ഇടയിൽ തന്നെ ലോകത്തിന് കാഴ്ചവെച്ച ബ്രാൻഡ്. നോർത്ത് അമേരിക്കയുടെ പുറത്ത് മിഡിൽ ഈസ്റ്റിൽ മാത്രം വിപണിയിലുള്ള ബ്രാൻഡ്. അമേരിക്കൻ സിനിമാ ലോകമായ ഹോളിവുഡിന്റെ ചരിത്രത്തോട് ഇഴുകിച്ചേർന്ന് തന്നെ കിടക്കുന്ന ചരിത്രമുള്ള ബ്രാൻഡ്. ദ ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി, സ്പീഡ്, ട്രാൻസ്ഫോമേഴ്സ്, ബ്രോക്ക്ബാക്ക് മൗണ്ടൻ, ഫ്രീ വില്ലി എന്നു വേണ്ട പ്രശസ്തമായ വളരെയധികം ഹോളിവുഡ് സിനിമകളിൽ സൂപ്പർ താരങ്ങൾക്കൊപ്പം തന്നെ തല ഉയർത്തി നിന്നിട്ടുള്ള ഗ്ലാമർ താരം. എന്നു മാത്രമല്ല, ഈ ബ്രാൻഡിന്റെ പോപ്പുലർ മോഡലായ ഡെനാലിക്ക് മാത്രം തന്നെ ഒരു കഥയുണ്ട്. നോർത്ത് അമേരിക്കയിലെ നിവാസികളായ റെഡ് ഇന്ത്യൻസിന്റെ ഭാഷയിൽ ഏറ്റവും ഉയരമുള്ള മഹാപർവ്വതം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അതിനാലാണ് GMC ഈ മോഡലിന് ഡെനാലി എന്ന് പേരിട്ടത്. മൗണ്ട് മക്കൻസി എന്ന മഹാപർവ്വതത്തെയാണ് അവിടെയുള്ളവർ ഡെനാലി എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ 2015 ഒബാമ ഭരണത്തിൽ
ഈ മഹാപർവ്വതത്തിന് ഔദ്യോഗികമായി ഡെനാലി എന്ന പേര് പ്രഖ്യാപിച്ചതിന്റെ പിന്നിൽ GMC ഡെനാലിയുടെ പെരുമയും പ്രസിദ്ധിയും ഒരു വലിയ കാരണമാണ്. സോ ഫ്രണ്ട്സ്, ഇന്നൊവേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് എക്സലൻസിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായ മിഡിൽ ഈസ്റ്റിൽ ജിംസ് എന്ന ഓമന പേരിൽ പ്രസിദ്ധമായ അസൽ തറവാടിയാണ് ടയർ സ്മോക്കിലെ ഇന്നത്തെ താരം, ദ ലെജൻഡറി അമേരിക്കൻ സൂപ്പർസ്റ്റാർ ദ GMC ഡെനാലി. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ജനതയാണ് അറബ് ജനത. അറബ് ജനതയുടെ ഏറ്റവും അധികം വാഹനപ്രേമികളുള്ള ഒരു രാജ്യമാണ് ഖത്തർ. ഖത്തറിലെ GMCയുടെ മന്നായി ട്രേഡിംഗ് കോർപ്പറേഷൻ എന്ന ഏറ്റവും വലിയ ഷോറൂമിലാണ് നമ്മളുള്ളത്. GMC ഡെനാലി 2021 മോഡലാണ് നമ്മുടെ കൂടെയുള്ളത്. സോ ദിസ് ഇസ് കംപ്ലീറ്റ്ലി റീഡിസൈൻഡ്, ടോട്ടലി റീവർക്ക്ഡ് ആൻഡ് റീ എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് GMC ഓൺ റോഡാണ് നമ്മുടെ കൂടെയുള്ള യൂക്കോൺ ഡെനാലി. 6.2 ലിറ്റേഴ്സ്, 6200 cc, 8 സിലിണ്ടർ, 420 ഹോഴ്സ് പവർ, 465 ന്യൂട്ടൺ മീറ്റർ ടോക്ക്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മുടെ നാട്ടിലോടുന്ന, കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഓടുന്ന വോൾവോ ട്രക്കിന്റെ 2 ഇരട്ടി പവറുള്ള എഞ്ചിനുള്ള GMCയുടെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് കുഞ്ഞൻ വാഹനം. 2001 ഡിനാലി എന്നുള്ള ട്രിം വേർഷൻ, അത് ഒരു സെപ്പറേറ്റ് ബ്രാൻഡായിട്ട് GMC ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2001 മുതലാണ്. 2006 GMC ഡെനാലി എന്ന ഈ മോഡൽ US മാർക്കറ്റിൽ ആക്ച്വലി ഓഡി, ലാൻഡ് റോവർ തുടങ്ങിയ മറ്റ് ഭീകരമായിട്ടുള്ള SUVs സെഗ്മെന്റിനെ മൊത്തം ഔട്ട്സെൽ ചെയ്തിട്ടുള്ള പാരമ്പര്യമുള്ള വണ്ടിയാണ് നമ്മുടെ കൂടെയുള്ള ഇദ്ദേഹം. ഗൾഫിൽ നിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞ് ഈ ഒരു സ്റ്റോറി നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഹൈവേയിലൂടെ സമാധാനമായിട്ട് വണ്ടി ഓടിച്ചു പോകുന്നു, പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു ലൈറ്റ് അടി കാണുന്നു, റിയർ വ്യൂ മിററിൽ നോക്കുമ്പോൾ GMC ജീവനും കൊണ്ട് ഓടിപ്പോയി എന്ന് പറയുന്നത്. അതാണ് GMCയുടെ റോഡ് പ്രസൻസ്. ഏത് വണ്ടി ആയിക്കോട്ടെ, പുറകിൽ വരുന്നത് GMC ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു ജീവന പേടി ആർക്കും തോന്നും. അത്രയും റോഡ് പ്രസൻസ് ഉള്ള. ലുക്ക് അറ്റ് ദിസ് തിങ്. ഈ ഒരു ഗ്രില്ല് മാത്രം പോരെ, അതിന്റെ ഒരു സൈസ് കണ്ടോ? ഇറ്റ്സ് ലൈക്ക് മോർ ബിഗർ ദാൻ നമ്മുടെ നാട്ടിലുള്ള മുക്കാൽ വാഹനങ്ങളെക്കാൾ കൂടുതൽ സൈസുള്ള ഗ്രില്ലാണ് ഈ വണ്ടിക്കുള്ളത്. GMCയുടെ കമ്പനി സ്പെക്സിൽ പറയുന്നത് ദർ ഇസ് മോർ ദാൻ 10,000 റിഫ്ലക്റ്റീവ് സർഫേസസ് ഓൺ ദിസ് ഗ്രിൽ എന്നാണ് പറയുന്നത്. ഈ ഒരു ഗ്രില്ലിനകത്ത് മാത്രം അവര് ഇതിന്റെ ഒരു ഭംഗി നിലനിർത്താൻ വേണ്ടി അവരെടുത്തിട്ടുള്ള അറ്റൻഷൻ ടു ഡീറ്റെയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതും ഈ ഗ്രില്ലും ഈ ഭാഗവും ക്രോമാണ്, ഇതും ക്രോമാണ്. ബട്ട് ദിസ് ഇസ് സാറ്റിൻ ക്രോം. ഓക്കെ, ഇത് റിഫ്ലക്റ്റീവ് അല്ല, ക്രോം കളർ ആണെന്നുണ്ടെങ്കിലും കൂടുതൽ തിളങ്ങുന്ന ബ്ലിങ് ഇല്ലാത്ത ഇതാണ് ഇവിടെ വെച്ചത്. സോ ദാറ്റ് ദിസ് ഗ്രിൽ വിൽ ബി സീൻ പ്രോപ്പർലി. ഡെനാലിയുടെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഗ്രില്ലാണ്. ഇൻ യുവർ ഫേസ് ആസ് ബിഗ് ആസ് എ വാൾ. ഇതിലും വലിയൊരു ഗ്രില്ല് ഐ തിങ്ക് ഇനി ട്രക്കിനും ബസ്സിനും ഒക്കെ കാണത്തുള്ളൂ. റീമോഡിഫൈ ചെയ്തിട്ടുള്ള റീ ലുക്ക് ആക്കിയിട്ടുള്ള ഈ വണ്ടിയുടെ ഓരോ പാർട്സും ഓരോ പീസും വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിയ സൈസുള്ള ഒരു SUV ആണെന്നുണ്ടെങ്കിലും ലുക്ക് അറ്റ് ദിസ് ഹെഡ്ലൈറ്റ്. ഈ C ഷേപ്പിലുള്ള ഈ ഹെഡ്ലൈറ്റ്, ഇത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സും കൂടെയാണ് ഇത്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ LED സ്ട്രിപ്പ് ഇൻസൈഡ് വിച്ച് ഇപ്പം ഇവിടെ ലൈറ്റ് കൂടുതൽ രാത്രിയിൽ ഇത് കാണുമ്പോൾ ഈ രണ്ട് ഇത് മാത്രമായിട്ട് നിന്ന് കാണുമ്പോൾ മനസ്സിൽ
യു ഫൈൻഡ് ഇറ്റ് വെരി ബ്യൂട്ടിഫുൾ. അറ്റ് ദ സെയിം ടൈം അത് കാണുന്നവർക്ക് ചെറിയ തോതിലൊരു ഭയം ഉള്ളിലുണ്ടാവുകയും ചെയ്യും. ആൻഡ് ഇറ്റ് ഹാസ് 3 മൾട്ടിപ്പിൾ LED ലൈറ്റ്സ് ആണ് അത് അകത്തുള്ളത്. അതിന് കൂടെ തന്നെ LED ഫോഗ് ലാംപ്സ്. ഓക്കെ, ദിസ് ഫോഗ് ലാംപ്സ്, ഈ ഒരു ഡിസൈൻ ആർക്കിടെക്ചർ, ഇതിൻ്റെ ഒരു പിന്നെ GMCയുടെ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ ഫാമിലി ഡിസൈൻ സ്ട്രാറ്റജി എന്ന് പറയും. അവരുടെ ഓൾമോസ്റ്റ് ഓൾ ദെയർ വെഹിക്കിൾസ് ഹാവ് എ സിമിലർ കൈൻഡ് ഓഫ് ഗെറ്റപ്പ്. ഈ ഒരു ആംഗുലാരിറ്റി, ഈ ആംഗുലാരിറ്റിൻ്റെ ഇടയിൽ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോയിങ് ആയിട്ടുള്ള ഷേപ്സ്, കാര്യങ്ങൾ, ഓൾ ദോസ് തിങ്സ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവർ ഈ വണ്ടിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. യൂക്കോണിൻ്റെ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 അടി 6 ഇഞ്ചാണ് എൻ്റെ ഹൈറ്റ്. ഓക്കെ, സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു ദിസ് വെഹിക്കിൾ ഐ ഫീൽ പ്യൂണി. എന്നെ കണ്ട ഒരു കുഞ്ഞിനെ പോലെ ഇരിക്കും ഈ വണ്ടിയുടെ തൊട്ടടുത്ത് നിന്ന് കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിലെ ടെമ്പോ ട്രാവലറിനേക്കാൾ കൂടുതൽ ലെങ്ത്തും ബ്രെഡ്ത്തും സ്പേസും ഒക്കുപ്പൈ ചെയ്യുന്നൊരു വണ്ടിയാണിത്. വാട്ട് ഐ വോണ്ട് ടു സ്ട്രെസ് ഇസ് ഈ വണ്ടിയുടെ അകത്തുള്ള സ്പേസ്. ഓക്കെ, ദ ലക്ഷറി ഓഫ് സ്പേസ് ഇൻസൈഡ് ദിസ് വെഹിക്കിൾ ഈസ് അൺബിലീവബിൾ. സോ ലെറ്റ്സ് ഗോ ചെക്ക് ഔട്ട് ദ ഇൻറ്റീരിയേഴ്സ് ഓഫ് ദിസ് വെഹിക്കിൾ. ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുമ്പം വണ്ടിനകത്ത് കയറി കൂടാൻ ഇച്ചിരി പാടുണ്ട്, ബിക്കോസ് ഇറ്റ്സ് എ വെരി ടോൾ വെഹിക്കിൾ. ഓക്കെ, സോ വെൻ യു ഓപ്പൺ ദ ഡോർ വി ഹാവ് ദിസ് ഇലക്ട്രിക് സ്ലൈഡിംഗ് റോക്ക് സ്ലൈഡേഴ്സ് അഥവാ ഫുഡ് സ്റ്റെപ്പ് എന്ന് പറയും. ഇറ്റ് പ്രൊവൈഡ്സ് 2 ഫെസിലിറ്റീസ് ആണ്. ഒന്ന്, ചവിട്ടി കയറാൻ എളുപ്പമാണ്. സെക്കൻഡ് തിങ് ഈസ് ഇറ്റ് ഈസ് വണ്ടിക്കുള്ള പ്രൊട്ടക്ഷനും കൂടിയാണ്. ഓഫ് റോഡ് പോകുമ്പോൾ അവിടെ ഇവിടെ ഒരഞ്ഞ് റോക്കർ പാനൽസിലൊന്നും വരയും കുറിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അനദർ തിങ് വി ഹാവ് ടു നോട്ടീസ് ഇസ് GMC ഡെനാലിയുടെ ഹൈറ്റ് ഈസ് വേരിയബിൾ ആണ്. നമുക്ക് വേണ്ട സൗകര്യത്തിനനുസരിച്ച് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇപ്പം ഉള്ളത് റെഗുലർ ഹൈറ്റിലാണ് വണ്ടി ഇപ്പോൾ ഉള്ളത്. ബട്ട് യു ക്യാൻ ഇൻക്രീസ് ഹൈറ്റ് ബൈ 2 ഇഞ്ചസ്. ഹൈറ്റ് കൂട്ടുകയും ചെയ്യാം. അതേപോലെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്തുമ്പോൾ ഹൈറ്റ് കുറയ്ക്കുകയും ചെയ്യാം. വാഹനത്തിൽ നിന്ന് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറും കൂടിയാണ് ഇത്. സോ ലെറ്റ്സ് എൻ്റർ ഈ ഒരു പാലസിന് തുല്യമായ സ്പേസ് ഉള്ള വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള യൂക്കോൺ ഡെനാലിയുടെ ഇൻറ്റീരിയേഴ്സ് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കയറിയിരുന്നിട്ടുള്ളത്. യു ക്യാൻ സീ ലെതർ ആൻഡ് വുഡ്, അലുമിനിയം, സ്റ്റീൽ, ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ഒരു അയിര് കളിയാണ് ഇതിനകത്ത്. മിഡിൽ ഈസ്റ്റിലുള്ള വാഹനങ്ങളിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിലും ഈ വണ്ടിയുടെ ഫുൾ ഭംഗി നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഓപ്പൺ ദ സൺറൂഫ്. ഓക്കെ, ഒരു സിമ്പിൾ ടച്ച്, ദ ഹോൾ സൺറൂഫ് ഓപ്പൺസ് അപ്പ് ആൻഡ് ക്ലിയേഴ്സ്. വെളിച്ചം വേണ്ടവർക്ക് വെളിച്ചം, കാറ്റ് വേണ്ടവർക്ക് കാറ്റ്. ദ ഇൻറ്റീരിയേഴ്സ് ആർ ലൈക്ക് ദ ലക്ഷറി ആൻഡ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ആർ ടു ഗുഡ്. ലെതർ ആൻഡ് വുഡ്, അലുമിനിയം, ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിനകത്ത് ഇത് ആക്ച്വൽ വുഡാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് നമ്മുടെ നാട്ടിൽ മറ്റ് കമ്പനീസ് ചെയ്യുന്ന പോലെ പ്ലാസ്റ്റിക്കലി ഇത് ഒട്ടിച്ചല്ല. ദിസ് ഇസ് ആക്ച്വൽ വുഡ് പാനൽ വിത്ത് പ്രോപ്പർ വുഡ് ഗ്രെയിൻ ഉള്ള വുഡ് പാനലാണ്. ഓക്കെ, ആൻഡ് ദ കോൺട്രാസ്റ്റ് ഇസ് നൈസ്, വെരി നൈസ് കോൺട്രാസ്റ്റ്. ആൻഡ് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ സ്ക്രീനാണ്. 10.1 ഇഞ്ചിൻ്റെ മെഗാ മാസീവ് അല്ല, പക്ഷേ അത്യാവശ്യം നല്ല സൈസുള്ള വളരെയധികം ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ് GMC ഈ വണ്ടിക്കകത്ത് തന്നിട്ടുള്ളത്. ഇറ്റ് ഹാസ് ഓഡിയോ, ഫോൺ, നാവിഗേഷൻ, പിന്നെ ഓരോ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സെറ്റിംഗ്സ് ഉണ്ട്. ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് കാർപ്ലേ. ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ കാർപ്ലേ ആണെങ്കിൽ സ്ക്രീൻ മിററിംഗ് ചെയ്യാൻ പറ്റും. ദിസ് വെഹിക്കിൾ ഹാസ് മോർ ദാൻ 9 ക്യാമറാസ് ഉണ്ട് ഈ വണ്ടിക്ക് മൊത്തത്തിൽ. നമുക്ക് പല ആംഗിളിൽ നിന്ന് എവിടേക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ വണ്ടിയുടെ പൊസിഷൻ കാണിച്ചു തരുന്ന രീതിയിലുള്ള ക്യാമറാസ്. റിയർ വ്യൂ ക്യാമറയുടെ ഡിസ്പ്ലേ ഇതിനകത്തും വരും. യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻസൈഡ് ദ മിറർ ഓൾസോ. രണ്ടിടത്തും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനകത്ത് യു ക്യാൻ സീ വേർ ഡു യു വാണ്ട് ടു സീ ദ റിയർ വ്യൂ ക്യാമറയുടെ മിറേഴ്സ് കാണണം എന്നുള്ളത്. സാറ്റലൈറ്റ് റേഡിയോ, പിന്നെ ഇറ്റ് ഈസ് കോമ്പാറ്റബിൾ വിത്ത് മൾട്ടിപ്പിൾ ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പുറകിലാണെന്നുണ്ടെങ്കിൽ 110 ആമ്പിൻ്റെ, അത് സാധാ ഇലക്ട്രിക് വർക്ക് ചെയ്യുന്ന ഡിവൈസസ് കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ബാക്കിലുണ്ട്. ബാക്കിലത്തെ 2 സ്ക്രീൻസും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. ആൻഡ് അതിനു വേണ്ടി യൂസ് ചെയ്യാനുള്ള സ്പീക്കേഴ്സ് ഹെഡ്ഫോൺസ് ആയിട്ട് തന്നെ തരുന്നുണ്ട്. സ്പീക്കിംഗ് അബൌട്ട് ദ സ്പീക്കേഴ്സ്, ഐ ഹോപ്പ് യു ഗൈസ് ക്യാൻ സീ ദിസ്. ബോസിൻ്റെ സ്പീക്കേഴ്സാണ്. മൊത്തം 21 സ്പീക്കേഴ്സ് ഉണ്ട് ഈ വണ്ടീനകത്ത്. ഇറ്റ്സ് ലൈക്ക് എക്സ്ട്രീംലി സിനിമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ വരെയുള്ള പിന്നെ സെറ്റിങ്സ് ഉള്ള സ്റ്റീരിയോ സിസ്റ്റമാണ് ഈ വണ്ടീനകത്തുള്ളത്. ഇൻറ്റീരിയറിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ
ഗിയർ ലിവർ നമ്മൾ എവിടെയും കാണുന്നില്ല, ബിക്കോസ് ഗിയർ ലിവർ ഇല്ല, പകരം ബട്ടൺസ് ആണ്. ഇത് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, ഇത് മൂന്ന് പിന്നെ മോഡ്സ് ആണ്. ഇതിങ്ങനെ ബട്ടൺ കൊണ്ട് മാറ്റാം. ആൻഡ് ദിസ് ഇസ് ലോ റേഷ്യോക്കുള്ള ബട്ടൺസ് ആണ് ഈ കാണുന്നത്. സോ ലോ റേഷ്യോയിൽ എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റോപ്പ് ദ വെഹിക്കിൾ, പുട്ട് ഇറ്റ് ഇൻ ന്യൂട്രൽ, ദെൻ എൻഗേജ് ലോ റേഷ്യോ. ഓക്കെ, ആൻഡ് ദെൻ ദ സെക്കൻഡ് തിങ് ദാറ്റ് വി ഹാവ് ടു സീ ഈ സെൻട്രൽ കൺസോൾ മറ്റ് വാഹനങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബട്ടൺസ് കാണും. ഇവിടെ ആക്ച്വലി ഇത്ര പോരാ, ഇതിനേക്കാൾ ഒരുപാട് ബട്ടൺസ് ആവശ്യമുണ്ട്. ബിക്കോസ് ഒരുപാട് നെസസറി ആയിട്ടുള്ള ഫങ്ഷൻസിൻ്റെ ബട്ടൺസ് എല്ലാം GMC ഈ വണ്ടിയിൽ തന്നിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ദിസ് സൈഡ് ഹാസ് എൻ എൻറ്റയർ സ്വിച്ച് ബോർഡ് ഓഫ് ബട്ടൺസ് വിച്ച് കൺട്രോൾസ് വണ്ടിയുടെ മേജർ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും. ലൈക്ക് പാർക്ക് ബ്രേക്കിന് പകരം ബട്ടണാണ്. ഓക്കെ, ആൻഡ് ഇത് വണ്ടിയുടെ ഡ്രൈവ് മോഡ്സുകൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലെയിൻ ചേഞ്ച് അസിസ്റ്റ്, പാർക്കിംഗ് അസിസ്റ്റ്, വേറെ 4 ഫീച്ചേഴ്സ്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, അതുമാതിരി ട്രാക്ഷൻ കൺട്രോൾ ഓഫ് എന്നൊക്കെയുള്ള ബട്ടൺസ് ഇവിടെയാണ് തന്നിട്ടുള്ളത്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ, ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, സോ ദിസ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ വിൽ ഷോസ് മൾട്ടിപ്പിൾ. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വിൻഡ് സ്ക്രീനിൽ. സോ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴോട്ട് എങ്ങോട്ടും നോക്കാതെ വിൽ ഗെറ്റ് ഓൾ ദ ഇൻഫർമേഷൻ ദർ. അതിനകത്ത് സ്പീഡ് ഇത് മൾട്ടിപ്പിൾ ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ ഏതാ വേണ്ടെന്നുള്ള ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മിഡിൽ ഈസ്റ്റിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദ യൂസ് ദ വെഹിക്കിൾസ് ഫോർ അവരുടെ പിന്നെ ബോട്ടുകൾ, അവരുടെ ട്രെയിലറുകളൊക്കെ ടോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ടോയിങ് വെഹിക്കിളിൻ്റെ ബ്രേക്കിനുള്ള കൺട്രോൾസ് ആണ് ഈ കാണുന്നത്. ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ എല്ലാം ഇലക്ട്രോണിക് ആണ്. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് സ്മോൾ. ഇത്രയും വലിയൊരു വണ്ടിക്കുള്ള ഒരു ഗേജ് ക്ലസ്റ്റർ ആക്ച്വലി നോക്കുമ്പോൾ ഇച്ചിരി ചെറിയൊരു ഗേജ് ക്ലസ്റ്റർ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതിനുള്ള കോമ്പൻസേഷൻ ആയിരിക്കണം ഇത്രയും വലിയ ഒരു സ്ക്രീൻ ഇവർ തന്നിട്ടുള്ളത്. മൾട്ടി സോൺ കൺട്രോളബിൾ എയർ കണ്ടീഷനിങ് ആണുള്ളത്. ഫ്രണ്ടിലെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ, ദാറ്റ്സ് ഓൾ. എല്ലാ വണ്ടികളിലകത്തുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ഉള്ളത്. ബട്ട് ഇറ്റ്സ് ഓൾ ഇൻ എന്താ പറയുക, ഒരു ലെവൽ മേലെയാണ്. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ബട്ടൺസ്, ഇത് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. സീറ്റിനകത്തും AC ഉണ്ട്. സോ ഇതിനകത്ത് നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിൻ്റെ ഇരിക്കുന്ന ഭാഗത്തിനും ചാരി ഇരിക്കുന്ന ഭാഗത്തിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എയർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. എയർ ഫ്ലോയുടെ ടെമ്പറേച്ചർ, സ്പീഡും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതേപോലെ റിയർ ക്ലൈമറ്റ് കൺട്രോൾ ഓൺ ആൻഡ് ഓഫിനുള്ള, അത് ലൈക്ക് ഇൻ എവറി അതർ വെഹിക്കിൾ അതുകൊണ്ട്. പ്ലസ് ഇതിനകത്തുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ സീറ്റിനകത്ത് സെൻസേഴ്സ് ഉണ്ട്. ദിസ് ഇസ് ഫോർ നമ്മളിപ്പം സാധാരണ പാർക്കിംഗ് സെൻസേഴ്സ് എല്ലാ വാഹനങ്ങളിലും നമ്മൾ കാണും. ഇപ്പം ഞാൻ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ പുറകിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം മൈ ലെഫ്റ്റ് സൈഡ്, എൻ്റെ സീറ്റിൻ്റെ ഇടതുവശം വൈബ്രേഷൻ തുടങ്ങും. ഏത് ഭാഗത്തു നിന്നാണ് വണ്ടി വരുന്നത്, വേറൊരു ബീപ്പ് ബീപ്പ് എന്നുള്ള സൗണ്ട് മാത്രമല്ല, ഏത് ഭാഗത്തു നിന്നാണ് വണ്ടി വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാവും. തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ക്രോസ് ചെയ്യുന്നതിനനുസരിച്ച് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വൈബ്രേഷൻ മാറി പോവുകയും ചെയ്യും. സോ ഇറ്റ് ഗിവ്സ് എ വെരി ടാക്റ്റൈൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. നമുക്ക് പിന്നെ ജസ്റ്റ് ഒരു സെൻസർ എന്തോ എന്ന് പറയുന്ന പോലെയല്ല, വെഹിക്കിൾ മേക്ക് ഷുവർ ദാറ്റ് വി നോസ് ദർ ഇസ് എ വെഹിക്കിൾ. നമ്മളെ പുറകിലൊരു വണ്ടി പാസ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വരെ കഴിവുള്ള അത്രയും ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഡെനാലിനകത്തുള്ളത്. സോ കമ്മിങ് ടു ദ സെൻറ്റർ കൺസോൾ, ഇവിടെ വേർ വി യൂഷ്വലി ഹാവ് ദ, നമുക്ക് സാധാരണഗതിയിൽ ഗിയർ ലിവർ ഉണ്ടാവുന്ന സ്ഥലത്ത് വാട്ട് വി ഹാവ് ഇസ് എ ഓപ്പണബിൾ സ്പേസ്. ഇതിനകത്ത് ഒരു ഫോൺ ചാർജർ, കോൺടാക്ട്ലെസ് ഫോൺ ചാർജർ ഉണ്ട്. ഒരു USB Bയും Cയും കണക്ടിവിറ്റി ഉണ്ട്. യു ഹാവ് സിഗരറ്റ് ലൈറ്റർ ഹിയർ, 2 കപ്പ് ഹോൾഡേഴ്സ്, ആൻഡ് GMC gives you an ashtray in case you want to smoke inside the vehicle, which is not recommended, which is very bad. ആൻഡ് പിന്നെ ചാവി വെക്കാനുള്ള ഈ റിമോട്ടിനെ കുറിച്ച് പറയാൻ തന്നെ ഒരുപാടുണ്ട് കേട്ടോ. സെൻറ്റർ കൺസോളിനകത്തുള്ള ഹാൻഡ് റെസ്റ്റിനകത്ത് ദർ ഇസ് എ സ്പേസ്, നല്ല ഗ്രിപ്പുള്ളൊരു സ്പേസ് ഉണ്ട്, വേർ യു ക്യാൻ കീപ്പ് യുവർ ഫോൺ ആൻഡ് എനി അതർ മെറ്റീരിയൽസ് ഓൾസോ. പക്ഷേ മിഡിൽ ഈസ്റ്റ് സ്പെക്കിനകത്ത് ഇത് മൂവബിൾ അല്ല. US സ്പെക്കിനകത്ത് വരുന്ന വണ്ടിക്കകത്ത് ദർ ഈസ് ഈ മൊത്തം കൺസോൾ വിത്ത് ദ ഫ്രിഡ്ജ് വിൽ മൂവ് ടു ദ ബാക്ക് ആൻഡ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോരും. അതിനുള്ള ബട്ടൺ ഇവിടെ നിന്നും കൺട്രോൾ ചെയ്യാൻ പറ്റും, പുറത്തെ സീറ്റിൽ ആൾക്കാർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ പെട്ടെന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് കുടിക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ജസ്റ്റ് കോൾ ദ ഫ്രിഡ്ജ് ബാക്ക് ദർ. ആ ഒരു ഓപ്ഷൻ ഈ വണ്ടിക്കകത്തില്ല. ആൻഡ് വാട്ട് GMC ക്ലെയിംസ് ടു ബി മിഡിൽ ഈസ്റ്റിലുള്ള ഏറ്റവും ബെസ്റ്റ് കൂളിംഗ് ഉള്ള ഫ്രിഡ്ജ്, ഇൻ കാർ ഫ്രിഡ്ജാണ് ഈ കാണുന്നത്. ഹിയർ ദർ ഈസ് അനദർ ഓപ്ഷൻ ഫോർ 2 USB ബട്ടൺസ്, USB പോർട്സും കൂടെ ഉണ്ട്, പ്ലസ് ഒരു SD കാർഡ് സ്ലോട്ടും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അഗൈൻ 2
അഗൈൻ 2 കപ്പ് ഹോൾഡേഴ്സ് ആൻഡ് ഇടയിൽ ഫോൺ വെക്കണമെങ്കിൽ ഫോൺ അല്ലെങ്കിൽ പേഴ്സ് വെക്കാനുള്ള രീതിയിലുള്ള നല്ല സൗകര്യമുള്ള ഒരു സ്പേസ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ സീറ്റ്സ്. ഓക്കെ, ഈ പെർഫറേറ്റഡ് ആയിട്ട് കാണുന്ന സ്ഥലങ്ങളെല്ലാം ഇഫ് യു കീപ് യുവർ ഹാൻഡ് ഹിയർ യു ക്യാൻ ഫീൽ ദ കൂൾ എയർ കമ്മിങ് ഔട്ട്. അകത്ത് നിന്ന് തണുപ്പിച്ച് ശീതീകരിച്ച നമ്മുടെ ഇഷ്ടത്തിലുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത തണുത്ത കാറ്റ് കടന്നു വരുന്ന സീറ്റുകളാണ്. ആൻഡ് ലെതർ യൂസ് ചെയ്ത് ആക്ച്വൽ ലെതറാണ്. മറ്റ് കമ്പനീസ് ചെയ്യുന്ന പോലെയുള്ള ഫേക്ക് ലെതറല്ല, ആക്ച്വൽ ലെതറാണ് വിത്ത് ഹാൻഡ് സ്റ്റിച്ചിങ്. ഇത് അത്രയും കസ്റ്റമായിട്ട് ചെയ്തിട്ടുള്ള സീറ്റാണിത്. സീറ്റ് ആൻഡ് ഹെഡ് റെസ്റ്റിൻ്റെ ബാക്കിലാണ് മറ്റേ ഇത് തന്നിട്ടുള്ളത്. സോ ഹെഡ് റെസ്റ്റ് വിൽ നോട്ട് ഫോൾഡ് ഡൗൺ. അപ്പ് ആൻഡ് ഡൗൺ ഹെഡ് റെസ്റ്റ് പോകുമെങ്കിലും ഫോൾഡ് ഡൗൺ ചെയ്യില്ല. ലുക്ക് അറ്റ് ദ കൺട്രോൾസ് ദേ. ഓക്കെ, സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടാൻ കുറക്കാൻ, ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് നീക്കാൻ, മടക്കാൻ, നിവർത്താനുള്ള എല്ലാ ബട്ടൺസും എവറിത്തിങ് ഈസ് പവർ. ഓക്കെ, ഡെനാലി ബിലീവ്സ് ഇൻ ദാറ്റ് ഈ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ ഒട്ടും കഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു അത്രയും ലക്ഷറിയസ് ആവണം എന്നുള്ള ഒരു വാശിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വണ്ടിയാണ്. സ്റ്റോറേജ് സ്പേസ് കൂടുതൽ വേണ്ടവർക്ക് നല്ല ഡീപ്പായിട്ടുള്ള ഒരു ഡാഷ് കൺസോളുണ്ട് ഇതിനകത്ത്. ഓക്കെ, ഡോർ പാഡിനകത്ത് വി ഹാവ് മൾട്ടിപ്പിൾ കളേഴ്സ് ഉള്ള വുഡൻ ട്രിം ഉണ്ട്, ലെതർ ട്രിം ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട് ആൻഡ് ഹാൻഡ് സ്റ്റിച്ച്ഡ് ലെതറിൻ്റെ പിന്നെ ഹാൻഡ് റെസ്റ്റ് ആണ് അതിനകത്ത് തന്നിട്ടുള്ളത്. ഒരു കൊബി ഹോള് ഇവിടെയും ഇൻസൈഡ് ദ നമ്മുടെ അകത്തുള്ള ഇതിനകത്ത് ഒരു സ്പേസും കൂടെ ഉണ്ട് ഫോർ കീപ്പിംഗ് സ്മോൾ പേപ്പേഴ്സ് ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ്. ഡെനാലിയുടെ സ്പേസിൻ്റെ ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് എ ലുക്ക് അറ്റ് ദ സീറ്റ്സിൻ്റെ ഒരു പൊസിഷനും സീറ്റിൻ്റെ ലെഗ് സ്പേസും ഇതെല്ലാം കാണണം. ഏറ്റവും ബാക്കിലെ റോ സീറ്റുകൾ നമുക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 2 സീറ്റുകളും ഫുള്ളായിട്ട് വിൽ ഫോൾഡ് ഡൗൺ ഫ്ലാറ്റ്. പക്ഷേ സെൻറ്റർ റോയിലെ സീറ്റ് ഫോൾഡ് ചെയ്യാൻ വി ഹാവ് ടു ഗോ ടു ദ ബാക്കിൽ അതിനുള്ള റിമോട്ട് ബട്ടൺസ് ഉണ്ട്. ഓക്കെ, ഐ വിൽ കം ആൻഡ് ഷോ യു. സീറ്റ്സ് ഫോൾഡ് ചെയ്യാനും ഓപ്പൺ ആക്കി വെക്കാനുള്ള ബട്ടൺസിൻ്റെ കൺട്രോൾ ബട്ടൺസ് ഇവിടെയാണുള്ളത്. ഇത് ഏറ്റവും പുറകത്തെ സീറ്റ്സിനുള്ളതും ഇത് നടുവിലത്തെ റോ സീറ്റ്സിനുള്ളതാണ്. ഡെനാലിയുടെ എല്ലാ സീറ്റ്സും നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ ഫോൾഡ് ഡൗൺ ചെയ്യാൻ പറ്റും. റിയർ മോസ്റ്റ് റോനെ നമുക്ക് തിരിച്ച് ഓപ്പൺ ചെയ്യാനും കഴിയും. ബട്ട് സെൻറ്റർ സീറ്റുകൾ നമുക്ക് മടക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ദർ ആൻഡ് ഡു ഇറ്റ് മാനുവലി. ദാറ്റ് ഇസ് ഫോർ സേഫ്റ്റി റീസൺസ് ദേ ആർ കീപ്പിംഗ്. ആൻഡ് പുറകെ സീറ്റിൽ ആൾക്കാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി കുട്ടികളായിരിക്കും ഏറ്റവും ബാക്കിലിരിക്കുന്നത്. സോ വി ഡോണ്ട് വാണ്ട് എനി സേഫ്റ്റി ഇഷ്യൂ അറൈസിങ് ദർ. ഇപ്പം സി വിത്ത് ദിസ് ബട്ടൺ ഇറ്റ് വിൽ ഫോൾഡ് ഡൗൺ ഫുള്ളി. ബാക്കത്തെ സീറ്റ് ഫുള്ളായിട്ട് ഫോൾഡ് ഡൗൺ ആയി. Okay, now you can do the front seats also. Now this is a minivan. ഇതിനകത്തുള്ള interior space is unbelievable ആയിട്ടുള്ള സ്പേസ് ആണ്. Coming to the rear end of the Yukon, GMC Yukonന്റെ GMCയുടെ വലിയ ലോഗോയൊക്കെ ഉള്ള യൂക്കോൺ ഡെനാലി എന്ന ബ്രാൻഡിങ് ഒക്കെ ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിയർ എൻഡ്. ഓക്കെ, ആ ഫ്രണ്ടിലെ ലൈറ്റ്സിൻ്റെ പോലെ തന്നെ ആ സി ഷേപ്ഡ് ലൈറ്റ്സ് ഇപ്പോഴും ആ ഒരു ഡിസൈൻ ആർക്കിടെക്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ദർ ഇസ് എ സ്പോയിലർ ഹിയർ വിത്ത് എ വെരി സ്മോൾ LED സ്ട്രിപ്പ് ഹിയർ. ഇതിന് മുമ്പത്തെ GMC ഹാഡ് ഇതുവരെ ഒരു പില്ലർ പോലെ ഇങ്ങനെ നല്ല സ്റ്റൈലുള്ള ഒരു ലൈറ്റ്സ് ആണ് മുമ്പ് ഉണ്ടായിരുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് ഐ മിസ് ദാറ്റ് ഡിസൈൻ ബട്ട് ഇറ്റ്സ് ഫൈൻ. ആൻഡ് ടെയിൽ ലാംപ്സ് ആർ വെരി എന്താ പറയുക, അകത്ത് ക്രിസ്റ്റൽ സ്റ്റൈലിലുള്ള LED ലൈറ്റ്സ് ആണുള്ളത്. ലുക്സ് വെരി ബ്രൈറ്റ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ വെൻ വർക്കിംഗ്. 2 സ്റ്റേജ് ഓപ്പണിംഗ് റിയർ ടെയിൽ ഗേറ്റ് ആണ് ഇതിനകത്തുള്ളത്. ഈ റിയർ വ്യൂ ഗ്ലാസിൻ്റെ നമ്മുടെ വൈപ്പറിൻ്റെ പ്ലേസ്മെൻറ്റ് ഇറ്റ് ഇസ് ടോട്ടലി കൺസീൽഡ്. നമ്മൾ കാണത്തേ ഇല്ല. വണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യം വരുമ്പോൾ മാത്രം ഇറ്റ് കംസ് ഔട്ട് ത്രൂ. ഇവിടെ ഒരു ഹാച്ച് ഉണ്ട്, അതിനകത്തൂടെ പുറത്ത് വന്ന് ഇറ്റ് വിൽ ക്ലീൻ ദ ഗ്ലാസ്. അതർവൈസ് ബാക്കിലേക്കുള്ള വ്യൂ ഒട്ടും പോലും അത് ബ്ലോക്ക് ചെയ്യാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ വൺസ് യു ക്ലോസ് ദിസ്, റിമോട്ടിൽ സിമ്പിളായിട്ട് ഒരു ഡബിൾ ടാപ്പ് ഇറ്റ് വിൽ ഓപ്പൺ ബൈ ഇറ്റ് സെൽഫ്. സി, തുറന്ന് കഴിയുമ്പം ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാൻ ദർ ഇസ് എ ബട്ടൺ ഹിയർ. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ പറ്റും. അതർവൈസ് ഇവിടെ താഴെ ഇപ്പം ആംബിയൻ ലൈറ്റ് കൂടുതലാണ് കാണാത്താണ്. ഇവിടെ GMCൻ്റെ ഒരു ലോഗോ ലൈറ്റ് കാണും. അതിങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലും യൂഷ്വലി ഇത് ക്ലോസ് ആവേണ്ടതാണ്. കൺവീനിയൻസ്
ഒട്ടും നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കരുത്. നമ്മൾ വളരെ സുഖലോലുപരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇതെല്ലാം. ആൻഡ് ഇതിൻ്റെ പുറകിൽ ഏത് വാഹനപ്രേമിക്ക് കണ്ടാലും ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന ഫീച്ചേഴ്സ് ഈ എക്സോസ്റ്റ് ടിപ്സാണ്. ഓക്കെ, 4 എക്സോസ്റ്റ് ടിപ്പ്, 4ഉം വർക്ക് ചെയ്യുന്നതാണ്, ഡമ്മി അല്ല. ഓക്കെ, ആൻഡ് ഇൻസൈഡ് അതിനകത്ത് ഒരു വാൾവ് ഉണ്ട്. ഓക്കെ, സോ എൻജിൻ RPM കൂടുമ്പോൾ ആ വാൾവ് തുറക്കുകയും എക്സോസ്റ്റിൻ്റെ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് വരാൻ വേണ്ടി, എൻജിൻ ബ്രീത്തിങ് കുറച്ചും കൂടെ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഒരു വാഹനത്തിൻ്റെ ലുക്ക് എത്രയോ ഉണ്ടായിക്കോട്ടെ, അതിന് ചലനശേഷി, അതിൻ്റെ ഹോഴ്സ് പവർ, അതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ശരിയല്ലെങ്കിൽ ഓൾ ലുക്സ് എ നോ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ആ വാഹനം ഇറ്റ്സ് ഓഫ് നോ യൂസ്. ഈ ഗ്രില്ലിൻ്റെ സൈസിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗ്രില്ല് ഇത്ര വലുതാവാനുള്ള മെയിൻ കാരണം ഇതിനകത്ത് താമസിക്കുന്ന 6.2 ലിറ്ററിൻ്റെ ഈ എൻജിൻ, എക്കോടെക് 6.2 എന്ന് പറയുന്ന ഈ എൻജിൻ 6200 cc, 8 സിലിണ്ടർ, 420 bhp ആൻഡ് 460 pound-feet ഓഫ് ടോക്ക്. മാസീവ് പവർ, അതായത് നമുക്കിപ്പം ഇതിനോട് കമ്പയർ ചെയ്യാവുന്ന പവർ ലെവലുള്ള വെഹിക്കിൾസ് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ വളരെ കുറവാണ്. എല്ലാം ഇതുപോലെ വിദേശ നിർമ്മിത വാഹനങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഗ്രില്ലിൻ്റെ സൈസിൻ്റെ അത്ര തന്നെ സൈസുള്ള ഒരു റേഡിയേറ്റർ ഈ വണ്ടിക്കുണ്ട്. ദാറ്റ് ഷോസ് ഹൗ മച്ച് ഓഫ് കൂളിംഗ് ഇറ്റ് റിക്വയർസ്. 6.2 ലിറ്റേഴ്സ് 6200 cc എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഈ കാണുന്ന മുഴുവൻ എഞ്ചിനാണെന്ന്. അല്ല, GMൻ്റെ അഥവാ ഷെവർലെയുടെ ജനറൽ മോട്ടോർ കോർപ്പറേഷൻ്റെ അവരുടെ എൻജിൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഫുട് പ്രിൻറ്റ്, ഹ്യൂജ് പവർ. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 4 സിലിണ്ടർ എഞ്ചിനുകളുടെ അത്ര ഉള്ള ഒരു നീളമേ ഇതിനുള്ളൂ. ഓഫ് കോഴ്സ് ഇറ്റ്സ് വീതിയുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് ടു ബിഗ്. ഇറ്റ് ഈസ് വെരി കോമ്പാക്ട്. ഇതിനകത്ത് എൻജിൻ വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, പ്ലസ് എൻജിൻ്റെ പ്ലേസ്മെൻറ്റും ടയറിൻ്റെ വീലിൻ്റെ പ്ലേസ്മെൻറ്റും മേക്സ് ഇറ്റ് ഓൾമോസ്റ്റ് ലൈക്ക് മിഡ് ഷിപ്പ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന പോലെയുള്ളതാണ്. ഗിവ്സ് ബെറ്റർ ഹാൻഡ്ലിങ്, വണ്ടിയുടെ ഡൈനാമിക്സിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. യൂക്കോണിൻ്റെ ബാഹ്യ സൗന്ദര്യവും അകത്തുള്ള ഇൻറ്റീരിയറിൻ്റെ ഗ്ലാമറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു സൗന്ദര്യം ഈ എൻജിൻ ബേൻ്റെ അകത്ത് നമ്മൾ ഇത്രയധികം പ്ലാസ്റ്റിക് നമ്മൾ പ്രതീക്ഷിക്കില്ല. ബട്ട് ഈ എൻജിന് ലുക്സിൻ്റെ ആവശ്യമില്ല. ഇറ്റ് പുൾസ് ദി അൾട്ടിമേറ്റ് most powerful GMC model available on earth in 2021, GMC Yukon Denali 2021. ഒരു എപ്പിസോഡിൽ പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല GMC ഡെനാലിയെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ കൂടുതൽ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടും മറ്റ് ഒരുപാട് വാഹനങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാനുള്ളത് കൊണ്ടും അടുത്ത എപ്പിസോഡ് വരേക്കും എല്ലാവർക്കും സലാം. Tire Smoke.